കേരളത്തിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വീറ്റി ബർണാഡ്. ആദ്യമേ തന്നെ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ. അതുപോലെ തന്നെ സുഖം പ്രാപിക്കാനുള്ളവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപകടം നില തരണം ചെയ്യട്ടെ എത്രയും വേഗം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതിൽ പലർക്കും ചിലപ്പോൾ കടുത്ത വിരോധം ഉണ്ടാവാം, അതുപോലെ തന്നെ പലർക്കും ദേഷ്യമുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ പറയുമായിരിക്കും. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാനിവിടെ അതൊന്നും ഇതില്ല. എൻ്റെ നിലപാട് ഞാനിവിടെ വ്യക്തമാക്കുന്നു. ഒരു രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ ഒരു മതത്തിൻ്റെയും കാഴ്ചപ്പാടുകളിൽ ഇല്ലാതെയാണ് ഞാനിവിടെ അപേക്ഷിക്കുന്നത്. ഇത്രയും അപകടകരമായിട്ടുള്ള കരിമരുന്നുകൾ അല്ലെങ്കിൽ ഇത്രയും വെടിമരുന്നുകൾ, പടക്കവും അതുപോലെ തന്നെ ഇത്രയും വലിയ ഗുണ്ടുകളും അമിട്ടുകളും ഒക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ പറയും അത് ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മുടെ വീടുകളുടെ പരിസരത്താണെങ്കിലും ആരാധനാലയങ്ങളുടെ പരിസരത്താണെങ്കിലും ആഘോഷങ്ങൾക്കാണെങ്കിലും ഒരേപോലെ പലതരം പടക്കങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള പടക്കങ്ങളിൽ എന്തൊക്കെ അപകടങ്ങളാണ് പതിയിരിക്കണേന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ആഘോഷത്തിന്റെ പിന്നാലെ പോയി നമ്മൾ ഇതെല്ലാം പൊട്ടിക്കും. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോഴും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കത്തിക്കുമ്പോഴും ഒക്കെ ചില നിമിഷങ്ങൾ എത്ര കേസുകളാണ് കൈയറ്റ് പോയതും ഈ വിഷുവിനടക്കം നമ്മുടെ എത്രയോ മുതിർന്നവരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ഒരു ഭംഗി കഴിഞ്ഞ ആ ഒരു വെടിമരുന്നിന്റെ ആ ഒരു പുകയും അല്ലെങ്കിൽ ദുർഗന്ധവും ഒക്കെ ബാക്കി അത് ഇങ്ങനെ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ പോലും എത്രത്തോളം അപകടങ്ങളാണ് ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ചിലപ്പോൾ എന്നെ ഇപ്പൊ പറയും ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, 9 നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോ. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഞാൻ പറയുന്നത് പള്ളിപ്പറമ്പിലും ഉത്സവ പറമ്പുകളിലും പെരുന്നാളുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കത്തിച്ചു കൂട്ടുമ്പോൾ നിങ്ങളുടെ കുട്ടികളിലും നിങ്ങളുടെ പ്രായമായവരിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയവും ഇതുപോലെ തന്നെ നന്നായിട്ട് പടക്കം പൊട്ടിച്ച് നിങ്ങളെല്ലാം ആഘോഷിക്കും അല്ലെ. അപ്പോൾ കുറെ പേർക്ക് എന്താ പറയാ ഇത് നമ്മൾ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ പറയും ഇതൊന്നും തൊഴിലില്ലാത്ത ആൾക്കാരുടെ ഇതാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് പലരും പറയാം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇത് അപകടം തന്നെയാണ്, നമ്മുടെ സമൂഹത്തിനും അതുപോലെ വിപത്തും ഉണ്ടാക്കുന്ന സംഭവം. എനിക്ക് തോന്നുന്നു 2-3 ദിവസം നിങ്ങളെല്ലാം